ഗുഡ് മോർണിംഗ്. ബേസിക്കലി എല്ലാവരുടെയും വിൻഡോസ് ഓപ്പൺ ആക്കുമ്പോൾ നല്ല കാഴ്ചയാണ്. പക്ഷേ എൻ്റെ മാത്രം എന്താണോ ഇങ്ങനെ. എൻ്റെ വീടിൻ്റെ ലാസ്റ്റ് റൂമാണ്, അതുകൊണ്ടാണ് അങ്ങനെ. എനിവേ ലൈറ്റ്സ് ഓൺ. അങ്ങനെ മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. അതിന് ശേഷം ചെക്ക് ചെയ്തിട്ട് ശേഷം ഞാൻ പോയി ഖുറാൻ വായിച്ചു, ഇഞ്ചിൽ. അത് ബേസിക്കലി ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ഖുറാൻ വായിക്കാറുണ്ട്. ഖുറാനും ബൈബിളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ന് വായിച്ചത് തന്നെ സുഖപ്പെടുത്തുന്നു എന്നുള്ള ഭാഗമായിരുന്നു. വായന എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ വായിച്ചിട്ട് ഞാൻ പതുക്കെ ഇരുന്നിടത്ത് തന്നെ അങ്ങ് കിടന്നു. അങ്ങനെ കിടന്ന് പതുക്കെ ഒരു മയക്കത്തിലേക്ക് അങ്ങ് പോയി. ഒരു ചെറിയ ഉറക്കം എനിക്കുണ്ടായി വീണ്ടും. എന്നിട്ട് എൻ്റെ എവർ ഫേവറേറ്റ് ബൈബിൾ വായിച്ചു രാവിലെ. അങ്ങനെ ദേ വരുന്നു നമ്മുടെ സിംബു. ആക്ച്വലി ഇവളുടെ പേര് സ്നോ എന്നായിരുന്നു. നമുക്കൊരു സിംബ ഉണ്ടായിരുന്നു. അവൻ നഷ്ടമായപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അവൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഇവൾക്ക് സിംബു എന്ന് പേരിട്ടു, സിംബ. ഇപ്പോൾ ഇവൾ ആ പേരുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി തുടങ്ങി. ഇവൾക്ക് ഈ പേര് ഇഷ്ടമാണ്. സിംബ എന്ന് വിളിച്ചാൽ ആൾക്ക് മനസ്സിലാവും ആളെയാണ് വിളിക്കുന്നത്. പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരം ഒന്ന് കളിച്ച് സന്തോഷമായി. എന്നിട്ട് പതുക്കെ ബാക്ക് ടു ബൈബിൾ. കുറച്ച് നേരം ബൈബിളൊക്കെ വായിച്ചിട്ട് ഇതേ എനിക്ക് വിശന്നു. ഒരു ഇഡ്ഡലിയും കടലക്കറി എടുത്ത് കഴിച്ചു. പിന്നെ ഇവിടുത്തെ പോരാളി പറഞ്ഞിട്ടുണ്ട് കഴിച്ച പാത്രം അവനവൻ കഴുകി വെക്കണമെന്ന്, ഇല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ കഴിക്കാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇച്ചിരി ഗ്ലോ ഡിഷ് വാഷ് മോയ്സ്ചറൈസിങ് ക്രീമും കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇവനാണ് മെയിൻ. ഇവനാണ് എൻ്റെ മസാജ് ഓയിൽ, എൻ്റെ ഹെയർ ഓയിൽ, എൻ്റെ മോഡി ബിസ്റ്റ്, ബോഡി ലോഷൻ, എൻ്റെ ബോഡി കെയറിൽ ഉപയോഗിക്കുന്നത് എല്ലാം. അതുപോലെ ലിപ്പിൽ ഉപയോഗിക്കുന്ന ലിപ് ബാം എല്ലാം അവൻ തന്നെയാണ്. ഇത് എനിക്കിഷ്ടമുള്ള സ്പ്രേ ആണ്. വോക്കിനിരിക്കാൻ പോകുമ്പോൾ കുറച്ച് മണം ആയിക്കോട്ടെന്നേ. എന്നിട്ട് ഒരു നമ്മുടെ ഹെയർ ഒന്ന് ടൈ ചെയ്യാമെന്ന് കരുതി. വെറുതെ എന്തിനാ മേക്കപ്പ് ഇട്ട സമയം കളയണേ. അതേ നമ്മൾ ബേബീനോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അവനോട് ടാറ്റ കൊടുത്തിട്ട് സംസാരിച്ചിട്ട് പോയി. ടാറ്റാ. ദേ ഇരിക്കണു അടുത്ത വീണ്ടും ഒരു ബൈബിൾ. എന്നാൽ ഒരു പോർഷൻ ഉണ്ടോ വായിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പോർഷൻ വായിച്ചു. എന്ന് വെച്ചതേണ്ട ഞാൻ പുറത്തോട്ടിറങ്ങി. കുറേ ദിവസമായി എനിക്ക് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്ന് അറിഞ്ഞു. ഭയങ്കര അലസതയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ഡൗട്ടിലാണ്, ഞാൻ കേരളത്തിലാണോ യു കെയിലാണോ എന്ന്. എന്നാൽ അതുപോലെ തണുപ്പാണ്. എൻ്റെ വീട്ടിലെങ്ങും വെയിലടിക്കത്തില്ല, നല്ല തണുപ്പാണ്. അത് കാരണം എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ശേഷം ബേബിനോട് ടാറ്റാക്കെ പറഞ്ഞിട്ട് വീട്ടിലെ കൊലയിലെ ഏറ്റവും വലിയ പഴമാണ്. അങ്ങനെ അത് കഴിച്ചിട്ട് അകത്തേക്ക് വന്നപ്പോൾ ദേ ഇരിക്കണു സിംബു. എൻ്റെ പേനയും എൻ്റെ ബുക്കെല്ലാം ഒരു പരുവാക്കിയിട്ടിരിക്കുക. സാധാരണ ഇതെല്ലാം എടുത്തു വെച്ചിട്ടിരിക്കേണ്ടതാണ് ഞാൻ. എന്തോ സമയം പോയി. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഉറക്കം കൂടുതലായിരുന്നു. ഇപ്പോൾ ഉറക്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വരിക. അങ്ങനെ സിംബുവിനെ വീണ്ടും കളിപ്പിച്ചിട്ട് നേരെ ബാക്ക് ടു വർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു മോർണിംഗ്.